ഗൈസ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനും ചേട്ടായും കൂടെ എൻ്റെ ഒരു ആഗ്രഹം സാധിക്കാനായിട്ട് കാഞ്ഞിരപ്പള്ളി വരെ പോവാണ്. കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. കിച്ചൂസിനെ കൂട്ടിയില്ല കേട്ടോ. കാരണം എന്താ, കിച്ചൂസിന് ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവനെ കൂട്ടിയില്ല. അപ്പോൾ ഇത് നമ്മുടെ 26-ാം മൈലാണ് കേട്ടോ. ഇവിടെ നേരത്തെ വലിയ കടകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഹോൾസെയിൽ കടകളും സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ ആയി കേട്ടോ. റോഡിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പോകുന്ന പോക്കിൽ ഒരു വണ്ടി ഞങ്ങളുടെ നേരെ വരുന്നുണ്ട് കേട്ടോ. ബസ്സുകാർക്ക് ഒരു നോട്ടോ ഇല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ സ്പീഡിലാണ് വരുന്നത്. ദാ നിങ്ങൾ കണ്ടില്ലേ, റോഡിൽ അത്യാവശ്യം തിരക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ പൂതക്കുഴിയാണേ. 26 കഴിഞ്ഞിട്ട് കാഞ്ഞിരപ്പള്ളിയിലോട്ട് ചെല്ലുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഞാൻ ഇവിടെയാണ് മീനൊക്കെ വാങ്ങിക്കാനായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടും കേട്ടോ. ഞാൻ ഇവിടെ വരെ വരും. ഇവിടെ വന്നിട്ടാണ് മീൻ മേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോകുന്നത്. ഇത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി പാലത്തിൻ്റെ അവിടമാണ് കേട്ടോ. ഇവിടെ എപ്പോഴും തിരക്കാണ് കേട്ടോ. റോഡിന് വീതി ഇല്ലാത്തത് കൊണ്ടും ഇവിടുന്ന് എല്ലാം വണ്ടികൾ വരുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ച് വേണം ഇതിലെ നമ്മൾ പോകാനായിട്ട്. നല്ല ബ്ലോക്കുമാണ് കേട്ടോ. ഇവിടം തൊട്ട് കാഞ്ഞിരപ്പള്ളി കുരിശിൻ്റെ അവിടെ നല്ല ബ്ലോക്കാണ് കേട്ടോ. പിന്നെ ഇവിടെയാണ് നമ്മുടെ കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നമ്മളിതേ കടയുടെ മുന്നിലെത്താറായി. നിങ്ങൾക്കൊരു എക്സൈറ്റ്മെൻറ്റ് കാണുമല്ലേ, ഇത് എങ്ങോട്ടായി പോകുന്നതെന്ന്. എനിക്ക് ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിലാണ് നമ്മൾ എത്തിയത്. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാവോ? അറിയാമായിരിക്കും അല്ലേ. കമ്മലൊക്കെ സെലക്ട് ചെയ്ത് കേട്ടോ. ഒരു കാത് കുത്താൻ പോവാണ്. ആർക്കാണെന്നല്ലേ, അത് ഞാൻ വഴിയേ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേണ്ടേ നമ്മുടെ തട്ടാന്മാരൊക്കെ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ കാത് കുത്തുന്നത് എൻ്റെ ചേട്ടായുടെ കാതിലാണ്. ആൾക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്താവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇതേണ്ട നമ്മുടെ തട്ടാന് അടയാളമൊക്കെ വെച്ചു. നമ്മളൊരു ചെറിയ സ്റ്റഡാണ് കേട്ടോ എടുത്തത്. വേദനയുണ്ടായിരുന്നു പാവം. അത് എനിക്ക് വേണ്ടിയല്ല, സഹിച്ചു കേട്ടോ. എന്നിട്ട് ആ ലാസ്റ്റുള്ള ചിരി നിങ്ങൾ കണ്ടോ? ഞാനും ഭയങ്കര ഒരു ആകാംക്ഷയിലായിരുന്നു കേട്ടോ. അങ്ങനെ കാതൊക്കെ കുത്തി ഞങ്ങൾ ആ ചേട്ടനിപ്പം ഞാൻ വീഡിയോ എടുക്കുവാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ചേട്ടൻ പറഞ്ഞു കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്ന് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ടാറ്റാ.